ടാറ്റു ബോഡി ടാറ്റൂയിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇൻഫെക്ഷൻ ഇല്ലാത്ത സ്റ്റെറൈൽ ആയിട്ടുള്ള നീഡിൽസ് ഉപയോഗിച്ച് നല്ല വൃത്തിയുള്ള സാഹചര്യങ്ങളിലാണ് ടാറ്റു ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്കറിയാം ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, HIV തുടങ്ങിയ രോഗങ്ങൾ ഈ നീഡിൽ കൂടെ, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള നീഡിലൂടെ പകരാൻ സാധ്യതയുണ്ട്. സ്കിന്നിൻ്റെ മുകളിൽ ഇൻഫെക്ഷനോ അലർജിക് റിയാക്ഷൻസോ ഉള്ളപ്പോൾ ടാറ്റു ചെയ്യാതിരിക്കുക. ചില ആളുകൾക്ക് കീലോയിഡൽ ടെൻഡൻസി ഉണ്ടാവും. ചെറിയൊരു ഇൻഫെക്ഷനോ ചെറിയൊരു മുറിവോ ചെറിയൊരു സ്റ്റിച്ചോ തിക്കായിട്ടുള്ള സ്കാറായിട്ട് ഫോം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതാണ് കീലോയിഡ്. ഈ കണ്ടീഷനെയാണ് കീലോയിഡ് ഫോർമേഷൻ എന്ന് പറയുന്നത്. കീലോയിഡൽ ടെൻഡൻസി ഉള്ള ആളുകൾ ടാറ്റു ചെയ്താൽ ടാറ്റുവിൽ കീലോയിഡ് ഫോം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് കീലോയിഡൽ ടെൻഡൻസി ഉള്ള ആൾക്കാർ ടാറ്റു അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ടാറ്റു ചെയ്യുമ്പോൾ മൾട്ടി കളറുള്ള ടാറ്റു, പല കളറുകളുള്ള ടാറ്റു ചെയ്യുകയാണെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, ചില ജോലികൾക്ക് വേണ്ടിയോ വേറെ ചില സാഹചര്യങ്ങളിലോ ഈ ടാറ്റു റിമൂവ് ചെയ്യേണ്ടി വന്നാൽ മൾട്ടി കളർ ടാറ്റു റിമൂവ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പല കളറുകൾ ഇൻവോൾവ് ചെയ്യുന്ന ടാറ്റു റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ടാറ്റു ചെയ്യുമ്പോൾ റാൻഡം ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് ടാറ്റു ചെയ്യാതെ നല്ല ഹൈജീനിക് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് ടാറ്റു ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും.